Hi, welcome to Ammu Semi Kitchen. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കാനായിട്ട് പോകുന്നത് മിൽക്ക് പേടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള മിൽക്ക് പേട റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ മിൽക്ക് പേട അല്ലെങ്കിൽ പാൽഗോവ എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. ഞാൻ ആദ്യം ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലോട്ട് നമുക്ക് 2 ലിറ്റർ പാൽ ചേർക്കാം. ഇപ്പോൾ ഞാൻ ഈ പാനിലേക്ക് 2 ലിറ്റർ പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കിയെടുക്കണം, നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് പാലൊന്ന് ഇളക്കിയെടുക്കാം. അടിയൊന്നും കെട്ടാതെ നന്നായിട്ട് കട്ടായിട്ട് വരും ഇത് ലാസ്റ്റ്. അപ്പോൾ നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ. പിന്നെ നിങ്ങൾ പാലെടുക്കുന്ന സമയത്ത് ഹോൾ മിൽക്ക്, ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കണം. അതാണ് കുറച്ച് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാല് ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുക. ഈ പാലൊന്ന് കുറച്ച് കുറുകി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഇപ്പം ഈ പാലൊന്ന് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടിത് കുറുകി വരണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ഇനി ഈ 2 ലിറ്റർ പാല് വേണ്ട, 1 ലിറ്റർ പാലിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ 1 ലിറ്റർ പാലിന് 1 ടേബിൾ സ്പൂൺ ഷുഗറാണ് കണക്ക്. ഇപ്പം ഞാൻ 2 ലിറ്റർ പാലിന് ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഷുഗർ എടുത്തിരിക്കുന്നത്. ഈ ഷുഗർ ഇതിൽ പാകം മധുരം ആയിരിക്കും. ഇനി കൂടുതൽ ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അളവൊന്ന് കൂട്ടിയെടുത്താൽ മതി. ഇപ്പോൾ ഒന്ന് കുറച്ച് കട്ടിയായിട്ട് ഇത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് കട്ടിയായിട്ട് ഈ പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന പരിവാവണം. ഇപ്പം ഈ പാല് നന്നായിട്ട് കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ച പഞ്ചസാര ആഡ് ചെയ്യാം. ഞാൻ 2 ടേബിൾ സ്പൂണാണ് പഞ്ചസാര എടുത്ത് അത് ആഡ് ചെയ്യാം. പഞ്ചസാര ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി എടുക്കണം. ഈ പാനിൽ നിന്ന് നന്നായിട്ട് ഒന്ന് വിട്ട് കിട്ടുന്ന പരുവം എത്തണം. ഇപ്പോൾ ഈ മിൽക്ക് പേടയുടെ ഈ മിക്സ് നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പാലൊക്കെ നന്നായിട്ട് വറ്റി പാനിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് കിട്ടുന്ന പരുവം എത്തിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞാൽ. പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് കിട്ടണം. നമ്മൾ പാലൊക്കെ നന്നായിട്ട് കുറുകി നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൂളായതിന് ശേഷം നമുക്ക് റൗണ്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം ഞാൻ പാനിൽ നിന്ന് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ കൂട്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കൂളായതിന് ശേഷം മാത്രം നമുക്കൊന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കൂളായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഡോവാക്കി എടുക്കാം. നമുക്ക് കയ്യിൽ ഒട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് തടവിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഞാൻ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. ഇനി ഞാൻ നന്നായിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. ഇപ്പം ഞാൻ തോന്നുന്നു നന്നായിട്ടൊരു ഡോ ഷേപ്പിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കാം. ഇതേപോലെ ഞാനൊന്ന് റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. റൗണ്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കയ്യിൽ ഒട്ടുകയെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് നെയ്യ് തടവിയിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളെ കൈ ഒട്ടില്ല. ഇപ്പം ഞാനിതെല്ലാം ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷേപ്പാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മിൽക്ക് പേടയ്ക്ക് ഒരു മോൾഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ പൂ ടൈപ്പും കിട്ടും. ഇങ്ങനെ നമുക്ക് കുറേ ഷേപ്സ് ഉണ്ടാവും കേട്ടോ എടുക്കാൻ. ഇതാണ്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ സൈഡിലും ഈ റൗണ്ടിലൊക്കെ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മളത് പ്രസ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാനിത് പ്രസ് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ
നല്ല ഈസി ആയിട്ടുള്ള മിൽക്ക് പേട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് പേട റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആകെ ഇതിൽ നമുക്ക് 2 ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ. നമുക്ക് ഫുൾ ഫാറ്റ് പാലും അതുപോലെ തന്നെ പഞ്ചസാരയും. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് ഈ 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് നമുക്ക് മിൽക്ക് പേട റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അമ്മൂസ് എമ്മി കിച്ചൻ.